ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ ഒരു വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഖലീഫ അങ്ങനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം സിനിമ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരാളുടെ പേരെന്ന് പറഞ്ഞാൽ ജെയ്ക്സ് ബിജോയ്. പുള്ളി പൊളിച്ച് കിഡിലെ സാധനം. കാരണം 1/1 സീനിൽ പുള്ളിക്ക് കൊടുത്ത സംഭവങ്ങൾ അത് പുള്ളി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ജിനു എബ്രഹാം എന്ന പുള്ളിയാണ്. പിന്നെ ഡയറക്റ്റ് ചെയ്തിരുന്ന വൈശാഖ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജ്, പിന്നെ ഇന്ദ്രൻ ചേട്ടനുണ്ട്, പിന്നെ നെയിൽ നിതിൻ മുകേഷ്, അതായത് നമ്മുടെ കത്തിയിലെ വില്ലനില്ലേ പുള്ളിയുണ്ട്, പിന്നെ കൃതി ഷെട്ടിയുണ്ട്, പിന്നെ ഷമ്യ തിലകനുണ്ട്. ഷമ്യ തിലകനൊക്കെ അടിപൊളി കേട്ടോ. പുള്ളിക്ക് കൊടുത്ത ഒരു റോള് സംഭവങ്ങളൊക്കെ പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമ എടുത്ത് പറയേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഇത് നമ്മൾ കുറച്ച് കണ്ട് മറന്ന കുറച്ച് കഥകളും കാര്യങ്ങളുമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അതായത് കള്ളക്കടത്ത്, അതായത് അച്ഛൻ്റെ കുറച്ച് ബാധ്യതകൾ തീർക്കാൻ മകൻ ഇറങ്ങുന്ന കള്ളക്കടത്തിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ അതായത് നമ്മൾ നേരത്തെ കുറച്ച് പല സിനിമയിലും കണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയിലും കാണിച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു മാസ് സിനിമയായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബോംസ് മൂവ്മെൻറ്റ്സ് ഒന്നും എനിക്ക് അത്ര കിട്ടിയിട്ടില്ല ഈ ഒരു സിനിമയിൽ. അത് സംഭവം അവർ സ്റ്റോറി സംഭവങ്ങളെല്ലാം കൊള്ളാം, പക്ഷേ ഇതിനകത്ത് അവർ ആ മാസ് സംഭവം കൊണ്ടുവന്നെങ്കിലും അതൊന്നും എനിക്ക് അത്രയും ഏറ്റതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ആ സംഭവങ്ങൾ കിട്ടിയിട്ടില്ല. ഓൾവേസ് ഗുഡ്, എല്ലാം സംഭവം അവർ ചെയ്തിരിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഫൈറ്റ് ആണെങ്കിലും അതുപോലെ എന്തോ പറയുന്നത് 1/1 സീൻസ് എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയാമല്ലോ, നമുക്ക് കിട്ടേണ്ട കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു സാധനങ്ങളും കാര്യങ്ങളും എനിക്ക് ഒരു സിനിമയ്ക്കകത്ത് കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളക്കടത്താണ്. കുറച്ച് അച്ഛൻ്റെ കുറച്ച് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും എല്ലാം മകൻ ഏറ്റെടുക്കുന്നു, മകൻ കള്ളക്കടത്തിലേക്ക് ഇറങ്ങുന്നു, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ്. അതാണ് ഫസ്റ്റ് ഹാഫ് പറയുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം പിന്നെ കുടുംബത്തിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഇതുമൂലം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ സംഭവങ്ങൾ, അങ്ങനെയൊക്കെയാണ് സെക്കൻഡ് ഹാഫ് തീരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് തീരുമ്പോഴും നമുക്ക് ഈ എല്ലാ സിനിമയിലും കാണിക്കുന്ന പോലെ ക്യാമിയോ ആയിട്ട് ഇതിനകത്ത് ലാലേട്ടൻ വരുന്നുണ്ട്, അതുപോലെ ടൊവിനോ വരുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് പടം അവസാനിപ്പിക്കുന്നത്. ഞാനിത് പറഞ്ഞല്ലോ, സംഭവം എനിക്ക് അത്ര വലിയ ഗുമ്മായിട്ട് തോന്നിയില്ല. പക്ഷെ നമുക്ക് ഒരു 1 ടൈം വാച്ചബിൾ മൂവി അത്രയുമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇപ്പം എനിക്കൊന്ന് 2.25 മണിക്കൂറിനടുത്തോളം പടമുണ്ട്. 9, 10, 11 അത് 2.25 മണിക്കൂറിനടുത്തോളം പടമുണ്ട്. അപ്പം ഫൈറ്റൊക്കെ അവർ ചെയ്തിരിക്കുന്നതൊക്കെ കിഡിലമാണ്. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ സ്വാഗ്, അതുപോലെ തന്നെ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഓരോ 1/1 സീനിലും പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ലുക്കുണ്ട്. അതൊക്കെ കിഡില സാധനം, അതൊക്കെ എടുത്തു പറയണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടേണ്ട ഒരു സംഭവം ഈ ഒരു സിനിമയ്ക്കകത്ത് കിട്ടിയില്ല. ഒരു ഗൂസ് ബോംസ് ആണെങ്കിലും പിന്നെ അതുപോലെ ആണെങ്കിലും ഫൈറ്റൊക്കെ അന്യായമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി കാര്യങ്ങളെല്ലാം പറയുന്നത്. പടം ഓൾവേസ് ഗുഡ്, നമുക്ക് അത്യാവശ്യം കാണാം, തിയേറ്ററിൽ പോയി ഒരു 1 ടൈം വാച്ചബിൾ മൂവി. അത്ര എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് എൻ്റെ പേഴ്സണലിലുള്ള എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക, കണ്ടവരുടെ അഭിപ്രായം പറയുക. അപ്പം എനിക്ക് അത്രയൊക്കെ തോന്നിയുള്ളൂ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറ. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരാ. ബൈ.